നമസ്കാരം സാർ. അപ്പോൾ ഇപ്പൊ നമ്മുടെ 10th SSLC എക്സാംസിലൊക്കെ അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസും സാധനങ്ങളൊക്കെ വന്നിട്ട് എല്ലാ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം അതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറിന് അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അതൊരു വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നില്ല. നമ്മുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ വി ആർ സോ മച്ച് ഒബ്സസ്ഡ് വിത്ത് മാർക്സ് എന്നുള്ളതാണ്. ഈ മാർക്ക് ഉണ്ടെങ്കിൽ എല്ലാം ആവുള്ളൂ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നത്. നമ്മളൊരു അസസ്മെന്റ് എന്നുള്ളതിനെ ആ കണ്ണിൽ കൂടെ തന്നെ കാണുകയും ഈ മാർക്ക് കുറവാണെങ്കിൽ മേ ബി നമുക്ക് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു വിഷയത്തിൽ ബെറ്റർ ആണ്, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ അസസ്മെന്റിനെ കാണുന്നുണ്ടാണ്. കാരണം ഈ അസസ്മെന്റിൽ എല്ലാവർക്കും ഒരേപോലെയാണ്. ഇതുകൊണ്ട് ആർക്കും നഷ്ടമോ ലാഭമോ ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് അതൊരു പ്രശ്നമായി കാണേണ്ട ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ശരിക്കും നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഒരു ആന്ധ്ര തെലങ്കാന ആ ഒരു ലെവലിലേക്കൊക്കെ എത്തണമല്ലേ? അവരൊക്കെ ചെയ്യുന്ന ആ രീതിക്ക് ആന്ധ്ര തെലങ്കാന എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. അവരൊക്കെ അസേർഷൻ റീസൺ ഒക്കെ ചെറിയ ക്ലാസ്സിലെ പ്രാക്ടീസ് ചെയ്ത് മെട്രിക്സ് ഒക്കെ അവരായിട്ട് സംസാരിക്കുമ്പോൾ ഒരു 8ാം ക്ലാസ് മുതലേ അവർ പ്രാക്ടീസ് ചെയ്യുന്ന സാധനങ്ങളാണെന്നാണ് മനസ്സിലാക്കാൻ. അതെ, ഡെഫിനറ്റ്ലി. ഇപ്പൊ എന്തായാലും നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കുറച്ചുകൂടി ഔട്ട്കം ഓറിയന്റഡ് ആയിട്ട് കുട്ടികളെ ഇത് കഴിയുമ്പോഴേക്കും എവിടെയെങ്കിലൊക്കെ ഒരു മാർക്ക് A+ എന്നതിലപ്പുറം കുട്ടികൾ ഇത് കഴിയുമ്പോഴേക്കും എവിടെയെങ്കിലൊക്കെ എത്തിക്കുക എന്നുള്ള രീതിയിലോട്ട് നമ്മുടെ സിസ്റ്റം ഡെഫിനറ്റ്ലി മാറേണ്ടതുണ്ട്. പൊതുവേ നമ്മുടെ ഗവൺമെന്റ് അതിനുള്ളൊരു പോസിറ്റീവ് കാര്യങ്ങൾ എടുത്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ ഓൾ പാസ് സിസ്റ്റം ഒക്കെ കുറെയൊക്കെ ഒഴിവാക്കി അങ്ങനെ കുറെ കാര്യങ്ങൾ ശിവൻകുട്ടി സാർ ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് ആക്ച്വലി ഗുഡ് എന്നാണ് എനിക്ക് തോന്നിയത്. ഓക്കെ സാർ, താങ്ക് യു.